ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോ ഒന്ന് കണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ ആകാശമുക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീൽ ചെയറിൽ ഇരുത്തിയേക്കുവാണ്. വീൽ ചെയർ ഇരുത്തുമ്പോൾ സോക്സൊക്കെ ഇട്ടിട്ട് ഇരുത്താൻ പറ്റുള്ളൂ. കാരണം ഇവള് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ ചില ഇഷ്ടപ്പെട്ട കാർട്ടൂൺസൊക്കെ വരുവേ. അപ്പോൾ സന്തോഷം കാരണം ഈ കാലിട്ടടിച്ച് ബഹളം വെക്കുക, ആന്ന് സൗണ്ടൊക്കെ വെക്കുക. അപ്പോൾ ഈ കാല് അവിടെ ഇവിടെ ഒന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എവിടെ തൊട്ടാലും കാല് പെട്ടെന്ന് മുറിയും കേട്ടോ. അതുമല്ല ഇവിടെ എപ്പോഴും കാലിൻ്റെ പാദം തണുത്തേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എപ്പോഴും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ സോക്സ് ഇട്ടിട്ട് കുറച്ച് നേരം കാലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അല്ലാത്ത ടൈമിൽ ഫുള്ള് സോക്സ് ഇട്ടേക്കും കേട്ടോ. എന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു പില്ലോയും കൂടെ കാലിൻ്റെ അടിയിൽ എടുത്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം കൈയുടെ അവിടെ എന്ന് വെച്ചാൽ അവിടെയും ആ വീൽ ചെയറിൻ്റെ സൈഡിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ കൈ അതിനകത്ത് കയറ്റി വെക്കും കേട്ടോ. പിന്നെ അതും ഭയങ്കര വേദനയാവും കേട്ടോ. പിന്നെ അവിടെ മുറിയൊക്കെ ചെയ്യും. പിന്നെ അവിടെ അച്ഛ വരുമ്പോഴത്തേക്ക് ഫുള്ള് പരിശോധിക്കും കേട്ടോ, കുഞ്ഞിൻ്റെ കാല് എവിടെയെങ്കിലും മുറിഞ്ഞോ, കൈ എവിടെയെങ്കിലും മുറിഞ്ഞോ എന്നൊക്കെ. അതുകൊണ്ട് ഫുള്ള് റെഡിയാക്കി സെറ്റാക്കി ഇരുത്തിയിട്ട് കേട്ടോ ഞാൻ കിച്ചണിലോട്ട് കയറുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും വായിന്ന് തുപ്പുന്ന കേട്ടോ ഞാൻ ആ തോർത്ത് അവിടെ വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ആ തുപ്പൽ വീണിട്ട് ആ ഉടുപ്പ് ഫുള്ള് നനയ്ക്കും കേട്ടോ, ഫുള്ള് നനയ്ക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ തോർത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ മോളെ പതുക്കെ ഞാൻ ടി വി കാണാൻ അങ്ങോട്ട് ഓണാക്കി എടുത്തിട്ട് ഞാൻ കിച്ചണിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിന് മുമ്പ് വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വേസ്റ്റ് ഇടാൻ ആൾക്കാർ വരും കേട്ടോ. ഡെയിലി വരില്ല, ചിലപ്പോൾ 1-2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഇടുന്ന അതിനകത്ത് ഒരു കവർ വെക്കും കേട്ടോ. നമ്മളിവിടെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുഡിൻ്റെ വേസ്റ്റ്, പിന്നെ മോളുടെ പാമ്പേഴ്സിൻ്റെ വേസ്റ്റ് വേറെ, അത് കഴിഞ്ഞിട്ട് അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചോറിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ മേളിൽ ചെറിയ കവറിലാട്ടോ വെക്കുന്നത്. അത് വെക്കാനായിട്ട് ആ ചെറിയ കവർ എടുത്തുകൊണ്ട് പോയേ. പിന്നെ പാമ്പേഴ്സും മോശം പോകുന്ന പാമ്പേഴ്സാണല്ലോ, അതും ആ സംഗതികളെല്ലാം കൂടെ പുറത്താട്ടോ വേറൊരു കവറിൽ കെട്ടി വെക്കും. അങ്ങനെ അവർ വരുമ്പോൾ നമ്മളിതെല്ലാം സെപ്പറേറ്റ് കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഞാനതെല്ലാം കൊടുത്തിട്ടാട്ടോ മോളെ വീൽ ചെയർ ഇരുത്തിയിട്ട് ഞാൻ താഴോട്ട് പോവില്ല കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളൂ. പെട്ടെന്ന് ഇവിടെ പിടച്ച് താഴെ എങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ തറയിൽ കിടത്തിയിട്ട് ഞാൻ പോയി വേസ്റ്റ് ഇട്ടിട്ട് വന്നതിന് ശേഷം കേട്ടോ, ഞങ്ങൾ 3rd ഫ്ലോറിലാട്ടോ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് കൊണ്ടുപോയിട്ടിട്ട് പെട്ടെന്ന് ഓടി വന്നതിന് ശേഷം കേട്ടോ ഞാൻ വീൽ ചെയർ ഇരുത്തിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ബക്കറ്റൊക്കെ കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ വേസ്റ്റ് ഇടുന്നത്. കവറൊന്നും വെച്ചില്ലായിരുന്നു. അപ്പോൾ മോളെ പതുക്കെ എല്ലാം ഇരുത്തി സെറ്റായതിന് ശേഷം അടുക്കളയിലോട്ട് കയറി ആദ്യത്തെ പരിപാടി കേട്ടോ അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഇന്ന് രാവിലെ ചപ്പാത്തി കേട്ടോ കൊടുത്തത്. അപ്പോൾ എൻ്റെ ചപ്പാത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ രാവിലെ അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചൂടാക്കും കേട്ടോ. അത് ചൂടാക്കിയതിന് ശേഷം അപ്പോൾ ഇന്നലെ ചിക്കൻ മേടിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് ഉച്ചക്കത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സാമ്പാർ കൂട്ടിയിരുന്ന ചപ്പാത്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി. പിന്നെ അതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. കുറച്ച് നേരം തണുപ്പൊക്കെ മാറിയിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാനുള്ള പരിപാടിയിലാട്ടോ. ചോറ് നമ്മൾ കുക്കറിലാട്ടോ വെക്കുന്നത്. അപ്പം ആകാശമുക്കും ചോറ് കൊടുക്കുന്നുണ്ട്, നല്ലതായിട്ട് വേവിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരുപാട് ചോറ് കുക്കർ വെച്ച് കഴിഞ്ഞാലും അത് നല്ലതായിട്ട് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ വെക്കുള്ളൂ കേട്ടോ. അഥവാ ചോറ് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചപ്പാത്തി ആക്കാമെന്നുള്ള പ്ലാനിലാട്ടോ. കാരണം നമ്മൾ ഒരു നേരം ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാമ്പാർ ആ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ചോറും കൂടെ അങ്ങ് അടപ്പിലോട്ട് വെക്കാൻ കുക്കറിനകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് അങ്ങോട്ട് വെക്കും കേട്ടോ. അപ്പോൾ സാമ്പാർ തിളയ്ക്കാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് അതിട്ട് തിളച്ചതുമില്ല. പിന്നെ ഞാൻ ഇപ്പോഴത്തെ അടുപ്പ് അങ്ങോട്ട് കത്തിച്ചിട്ട് സാമ്പാറിനുള്ളത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കുക്കറിൽ ചോറങ്ങ് വെക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ആകാശമുക്ക് ചോറും ക്യാരറ്റും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, പിന്നെ അതിനകത്ത് തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകപ്പൊടി ഇടും കേട്ടോ. കാരണം ഇവൾ കൂടുതലും പാലായിരുന്നല്ലോ കഴിക്കുന്നത്. അപ്പോൾ പാല് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം, പിന്നെ കഫക്കെട്ട്, അങ്ങനെ പരിപാടീസൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ചെറിയ കുക്കറിൽ അടിച്ചിട്ട് അരച്ചായിരുന്നു കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു അത്ഭുതം എന്ന് പറയാൻ, ദൈവകൃപയാൽ കുറേശ്ശെ ചോറ് കഴിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൾ കുറച്ച് കഴിച്ചിറക്കാൻ നല്ല സമയം എടുക്കും കേട്ടോ. 1.5-2 മണിക്കൂറോളം ഞാൻ കുത്തിയിരുന്നിട്ടാട്ടോ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ അവളെ കയ്യിൽ ഇങ്ങനെ
ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു കേട്ടോ, അതാ പെട്ടെന്ന് കട്ടായ. അപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കുന്നത് ശരിക്കും 6 മാസമായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മാതിരി നമ്മൾ കൈകൊട്ടി കിടത്തിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും നേരം ചെയറിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല, ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ തറയിൽ പാവിരിച്ചിട്ട് എൻ്റെ കൈക്കൊരു ഓത മാതിരി 2-3 തലങ്ങണയൊക്കെ ഹൈറ്റിൽ വെച്ചിട്ടൊക്കെ ആട്ടോ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ അരച്ച് കൊടുത്താൽ അതിന് അരച്ച് ഫുഡ് കൊച്ചിന് കൊടുത്ത് അവൾക്ക് മടുത്തു കിട്ടുക. കാരണം 8-9 വർഷമായാലും അവൾ അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് തന്നെ ഫുഡിനോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മയായിപ്പോയി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അതിലും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇടയ്ക്ക് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു മാതാവിൻ്റെ ചർച്ചിൽ. അപ്പോൾ ആ ചർച്ചിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഒരു തമിഴ്നാട്ടിലുള്ള ട്രെയിനിലാട്ടോ നമ്മൾ പോയേ. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണെങ്കിൽ നല്ല ഇതായിരുന്നു, എന്താ പറയുക, ലേറ്റായിപ്പോയി. ഇപ്പോൾ ഇവർക്ക് ഫുഡ് അരച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് എന്ത് കൊടുക്കും എന്നത് ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു ഹോട്ടലിൽ കയറി ലേറ്റായി കേട്ടോ, 3-4 മണിയായിട്ട് നമുക്ക് ഏതായാലും ചോറ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ചോറിന് ഓർഡർ കൊടുത്ത് ചോറ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നൂത്തിരുത്തിയിട്ട് ഇങ്ങനെ ചോറ് കൊടുത്തു. അതെന്ന് വെച്ചാൽ നല്ല വേവത്തില്ലല്ലോ, ഹോട്ടലിൽ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയപ്പോൾ ഇവിടെ കഴിച്ചു. എനിക്ക് തോന്നുന്നു അവൾക്ക് അന്ന് വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന മാതാവിൻ്റെ അത്ഭുതം. ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ ചെന്നപ്പോൾ ഞാനും കരഞ്ഞു പോയി എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം. അവളൊന്ന് നടന്ന് കാണുമെന്ന് മാത്രമേ എനിക്ക് ജീവിതത്തിൽ എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയാം. വേറെ നമുക്ക് ഒന്നുമില്ല, വീടോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ അതൊന്നും എനിക്ക് വേണമെന്നില്ല. പക്ഷെ അതിലെല്ലാം എൻ്റെ മുൻഘടനയിൽ നിൽക്കുന്ന ഇവളെ എനിക്ക് കണ്ടേ ഒക്കുള്ളൂ. അത് ഈ ജന്മം തന്നെ എനിക്ക് കാണണം. അവൾ നടക്കുന്ന എനിക്ക് കണ്ടേ ഒക്കുന്നൊരു വാശിയായിരുന്നു. ആ വാശിയാണ് കാണണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുന്നവർ അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ ഇരുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചോറ് കൊടുത്തു നോക്കിയപ്പോൾ ഇവൾ കഴിച്ചു കേട്ടോ. അങ്ങനെയാണ് പതുക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്ത് കുറേശ്ശെ ഒത്തിരി ഒന്നും കഴിക്കില്ല കേട്ടോ, ഒരു ഇച്ചിരിയേ കഴിക്കുള്ളൂ പാവം. ഇച്ചിരിയും കഴിക്കാൻ തന്നെ സമയം എടുക്കട്ടെ. എന്നാലും ഞാൻ മാതാവിനോട് സമയം കുഴപ്പമില്ല, സമയം എടുത്താലും വേണ്ടില്ല, ഞാൻ കഷ്ടപ്പെട്ടോളാം, അവൾ അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ആഹാരം കഴിക്കട്ടെന്ന് അങ്ങനെ പ്രയത്നിച്ചാട്ടോ ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് വേവിച്ച് കൊടുക്കും. കാരണം തൊണ്ടയിലിരിക്കുവാണെങ്കിൽ അതിന് പറയാനറിയില്ല. അതുപോലെ അത് ഇറങ്ങിയോ ഇല്ലയോ എന്നൊന്നും എനിക്കും അറിയത്തില്ലല്ലോ. നല്ല പേടിയുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ. എന്നാലും രണ്ടും കൽപ്പിച്ച് ദൈവമൊന്നും വരുത്തില്ല എന്നുള്ള വിശ്വാസത്തിലോട്ടോ ഞാൻ ചോറ് കൊടുക്കുന്ന. ആഹാരം കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല പാടാണ്. പിന്നെ ദൈവത്തിൻ്റെ സഹായത്തോടെ ദൈവകൃപയാൽ ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ. അടുത്ത വിശേഷം നെക്സ്റ്റ് വീഡിയോ കാണാം.